ഓട്ടോക്കാരന്റെ കഥ പറഞ്ഞ റെഡ് ടാപ്പ് എന്ന ഹ്രസ്വചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. ഐൻ ക്രിയേഷന്റെ ബാനറിൽ KP അദ്നാന്റെ കഥയിൽ സാബിത് നവാസിന്റെ തിരക്കഥയിലും സംവിധാനത്തിലുമാണ് ചിത്രം ഒരുക്കിയത്. കണ്ണൂർ സ്വദേശികളായ സാധാരണക്കാരാണ് ചിത്രത്തിൽ അഭിനയിച്ചത്. ജീവിത പ്രാരാബ്ദങ്ങളിലൂടെ കടന്നുപോകുന്ന അലി എന്ന ഒരു ഓട്ടോ ഡ്രൈവറുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ചില പ്രശ്നങ്ങളും അതിനു ബാക്കിയായി നടക്കുന്ന സംഭവ വികാസങ്ങളുമാണ് റെഡ് ടാപ്പ് എന്ന ഹ്രസ്വചിത്രത്തിന്റെ പ്രമേയം. സോഷ്യൽ മീഡിയ ചാനലുകളിലൂടെ റിലീസ് ചെയ്ത ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ വൈറലായി ഈ ചിത്രം. അപ്പോൾ ഈ ഷോർട്ട് ഫിലിം ഇന്നത്തെ നമ്മുടെ സാമൂഹിക ചുറ്റുപാടിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളതെന്നൊരു ഉറച്ച കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട്. അലി എന്നൊരു ഓട്ടോ ഡ്രൈവറുടെ ജീവിതത്തിൽ ഒരു ദിവസം സംഭവിച്ച ഒരു പ്രശ്നവും അതിനെപ്പറ്റി നടന്ന ബാക്കി ഉള്ള സംഭവ വികാസങ്ങളുമാണ് നമ്മൾ ഈ സിനിമയിലൂടെ ചർച്ച ചെയ്യുന്നത്. ഒരു 3-4 മാസത്തെ ഒരു കഠിന പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഒരു ഷോർട്ട് ഫിലിം ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഒരു ചെറിയ വലിയ സിനിമ എന്ന് പറയാം. നമുക്ക് സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ള ജനങ്ങൾ എന്നുള്ള നിലയിൽ നമുക്ക് ഈ സിനിമ വിജയിപ്പിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അപ്പോൾ അതുകൊണ്ട് സിനിമ വിജയിപ്പിക്കാൻ ആവശ്യമായ ഇടപെടൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. എല്ലാവരും കാണണം. അതുപോലെ തന്നെ ഈ സിനിമ ഷെയർ ചെയ്യുകയും വേണം. നമുക്കറിയാം, ഇന്ന് നമ്മുടെ ഈ പൊതുസമൂഹത്തിൽ പല പല പ്രശ്നങ്ങളും നടന്നു വരുന്നുണ്ട്. ചില തെറ്റുകൾ ഒന്ന് കണ്ണു ചിമ്മിയാൽ ആ പ്രശ്നം തീരാവുന്നതേ ഉള്ളൂ. പക്ഷേ അത് നിയമത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വലിച്ചു നീട്ടിക്കൊണ്ടുപോയി ഒരു കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ പോലും വലിയ രീതിയിലേക്ക് മോശമായ രീതിയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു സമൂഹമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ജനങ്ങളെ മുന്നിലേക്ക് തുറന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു സിനിമ ഇറക്കിയിട്ടുള്ളത്. ഐൻ ക്രിയേഷൻസിന്റെ ബാനറിൽ KP അദ്നാന്റെ കഥയിൽ സാബിത് നവാസിന്റെ തിരക്കഥയിലും സംവിധാനത്തിലുമാണ് ചിത്രമൊരുക്കിയത്. ചിത്രത്തിന്റെ ഒഫീഷ്യൽ റിലീസ് നടൻ ആസിഫ് അലി, അരുൺ നാരായൺ, രഞ്ജിത്ത് ശേഖർ തുടങ്ങിയവരുടെ സോഷ്യൽ മീഡിയ ചാനലുകളിലൂടെയാണ് നിർവഹിച്ചത്. ചിത്രത്തിൽ ശശിധരൻ ചാലക്കുന്ന്, ശ്രീലേഷ് ബാലകൃഷ്ണൻ, കാർത്തിക് കിഷോർ, നന്ദന സുജിത്, അനൂപ് കമ്പ്രത് തുടങ്ങിയവരോടൊപ്പം സാധാരണക്കാരിൽ സാധാരണക്കാരായ കണ്ണാടിപ്പറമ്പ് പരിസരങ്ങളിലെ ഒരുപിടി പുതിയ കലാകാരന്മാരും ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ ഭൂരിഭാഗവും പുല്ലൂപ്പി, കണ്ണാടിപ്പറമ്പ് ഭാഗങ്ങളിലാണ് ചിത്രീകരിച്ചത്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.